സിറിയയിലെ ആഭ്യന്തര യുദ്ധവാർത്തകൾക്കൊപ്പം ചർച്ചയാകുന്നത് 5 പതിറ്റാണ്ട് നീണ്ട അസദ് കുടുംബത്തിനെ പുറത്താക്കിയ വിമത സംഘടനയും അതിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജൊലാനിയുമാണ്. ലോകത്തെ വിറപ്പിച്ച ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ ഭാഗമായാണ് ജൊലാനി എത്തുന്നത്. സിറിയയിൽ അൽ ഖ്വയ്ദയെ വളർത്താൻ നിയോഗിച്ച ജൊലാനി പിന്നീട് ആ സംഘടനയിൽ നിന്ന് പുറത്തുവന്നാണ് ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടന രൂപീകരിച്ചത്. ഇപ്പോൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സിറിയയിലെ സർക്കാരിനെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു. വിമതസേനയുടെയും മേധാവിയായ ജൊലാനിയുടെയും നീക്കങ്ങളാണ് ലോകം ഉറ്റുനോക്കുന്നത്. അൽ ഖ്വയ്ദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണെങ്കിലും വേഷത്തിലും നിലപാടുകളിലും പാശ്ചാത്യ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നയാളാണ് ജൊലാനി. അസദ് ഭരണത്തിന്റെ വീർപ്പുമുട്ടലിലായിരുന്നു ഇതുവരെ സിറിയ എന്ന് വ്യക്തം. സിറിയയിലെ തെരുവുകളിൽ നിറയുന്നത് സന്തോഷ ആരവങ്ങളാണ്. കുടുംബവാഴ്ചയുടെയും ഏകാധിപത്യത്തിന്റെയും പ്രതീകമായിരുന്നു ബാഷർ അൽ അസദ്. എന്നാൽ ജൊലാനിയുടെ നേതൃത്വത്തിൽ സിറിയയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദശകത്തിലായി സിറിയയിൽ അരങ്ങേറുന്ന വിമത ആക്രമണത്തെ അതിജീവിക്കാൻ അസദ് റഷ്യയുടെയും ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും സഹായമാണ് തേടിയിരുന്നത്. എന്നാൽ യുക്രൈൻ യുദ്ധം അനന്തമായി നീണ്ടതാണ് അസദിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചത്. അതോടെയാണ് റഷ്യയുടെ സഹായം നിലച്ചതും. അസദിനിപ്പോൾ തിരിച്ചടിയായതും ഇതാണ്. ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കി മുന്നോട്ടു പോകുന്നു. ഇറാനും അസദിനെ കൈവിട്ടു. ഈ സാഹചര്യത്തിലാണ് വിമത നീക്കം സിറിയയിൽ ശക്തമായതും അസദിന് ഭരണവും രാജ്യവും നഷ്ടപ്പെട്ടതും. ഭരണ കൈമാറ്റം പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് വിമത നേതാവിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. അതിനിടയിലാണ് ജൊലാനിയുടെ ഭൂതകാലം ആശങ്കയായി നിൽക്കുന്നത്. അബു മുഹമ്മദ് അൽ ജൊലാനി 1982 സൗദി അറേബ്യയിലെ റിയാദിലാണ് ജനിച്ചത്. അവിടെ ഓയിൽ എഞ്ചിനീയറായിരുന്നു ജൊലാനിയുടെ പിതാവ്. പിന്നീട് ദമാസ്കസിൽ വളർന്ന ജൊലാനി അമേരിക്കയുടെ അധിനിവേശം ആരംഭിക്കുന്നതിന് മുമ്പാണ് ഇറാഖിലെത്തിയത്. അവിടെ വെച്ച് ഇറാഖി അധികൃതർ അറസ്റ്റ് ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റി. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അൽ ഖ്വയ്ദ എന്നീ സംഘടനകളുടെ തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദിയെ തടവിലിട്ട കുപ്രസിദ്ധ തടവറയിലായിരുന്നു അദ്ദേഹം എത്തിയത്. ഇവിടെ വെച്ചാണ് ജൊലാനിയുടെ ഭീകരവാദ ബന്ധം തുടങ്ങുന്നത്. 2008 ജയിലിൽ നിന്നിറങ്ങിയ ജൊലാനി അൽ ഖ്വയ്ദയുടെ ഭാഗമായി. അൽ ഖ്വയ്ദ തലവനായ ബാഗ്ദാദിയാണ് ജൊലാനിയെ സിറിയയിലേക്ക് അയച്ചത്. മൊസൂളിലെ അൽ ഖ്വയ്ദ ഓപ്പറേഷനുകളുടെ തലവനായിരുന്ന ജൊലാനി നിരവധി ആളുകളുടെ ജീവനെടുത്ത മനുഷ്യബോംബ് സ്ഫോടനങ്ങളിലൂടെയാണ് വരവറിയിച്ചത്. അൽ ഖ്വയ്ദയുടെ സിറിയൻ വകഭേദമായി ജൊലാനിയുടെ ജബത് അൽ നുസ്ര എന്ന സംഘടന മാറി. 2013 ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ തലവനായി മാറിയ അബൂബക്കർ അൽ ബാഗ്ദാദിയോട് തെറ്റിപ്പിരിഞ്ഞാണ് ജൊലാനി അൽ ഖ്വയ്ദയുടെ ഐമാൻ അൽ സവാഹിരിയോട് അടുത്തത്. ഒരേ സമയം യാഥാസ്ഥിതികനും അവസരവാദിയുമായി അറിയപ്പെടുന്ന ജൊലാനി ഐഎസിനെ പോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ തന്റെ സംഘടനയെ ആക്രമിക്കാതിരിക്കാനാണ് ജൊലാനി അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വിട്ടത്. ഏറ്റവും ഒടുവിൽ സിറിയയുടെ നിയന്ത്രണവും ജൊലാനിയുടെ കൈകളിലായിരിക്കുന്നു.